നിങ്ങൾക്കറിയോ ടൈറ്റിൽ എങ്ങനെ വന്നു? പടത്തിൽ ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. അതെനിക്കറിയാം. എങ്ങനെ ഞാൻ സ്ഥിരം ഉണ്ടാവുന്ന കമ്പനിയിൽ. പ്രൊഡ്യൂസർ പടം കണ്ടിട്ടില്ലെന്നോ? അറിയാൻ വേണ്ടിയെങ്കിലും കാണും. ധ്യാനിൽ നിന്ന് എന്തെങ്കിലും പാടമുണ്ടോ? പാടല്ല, ഞാൻ ഒരുപാട് പാട് കിട്ടും. കലനം, സങ്കലനം, വ്യവകലനം എല്ലാം തെറ്റി. ഞാൻ എവിടെയാണെന്ന് എനിക്കൊരു പിടി. അതിന്റെ മറുപടി തെറ്റി സിനിമ റിലീസ് ഞാൻ കണ്ടു ഒരു മിന്നായം പോലെ. 7:30 ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി 7:30 മുഹൂർത്തമുള്ളൊരു കല്യാണം. അതിന് പോയിട്ട് വന്നിരിക്കുകയാണ്. അവരിപ്പോഴും ഇറങ്ങുന്നതോടുകൂടി അനുവേട്ട് സേഫാ. ഞാനാണോ അങ്ങനെ ചേച്ചി ഇരിക്കുമ്പോ അനുവേട്ട് ബഹുമാനത്തോടുകൂടിയാണ്, ഭയത്തോടുകൂടിയാണ് ഞാനിവിടെ. ഇപ്പൊ ബ്രേക്ക് വേണ്ട, നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ഭൂമിയുടെ അടിയില്ല. അല്ലല്ല, നമ്മൾ ഒരാൾ കയറി പോകുമ്പോ സഹായിച്ചു കൊടുക്കണം. മേലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി. എന്നെ നോക്കാനുള്ള, ആരെ പേടിക്കാനുള്ളേ പറയുക. താഴ്ന്ന് ടാറ്റ കാണിക്കാൻ സ്വന്തം ജീവിതം എടുത്തു വെച്ചിട്ട് ഒരു ആള് കാണാനില്ല. നമ്മളാണല്ലോ മൊത്തം എടുക്കണേ. വെഡിങ് ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. വെഡിങ് എടുക്കുന്നില്ല. വെഡിങ് നമ്മൾ സ്വന്തം വെഡിങ് എടുത്ത ആളാണ്. രക്ഷപ്പെടണേ, ഇത് പടം വല്ലവനും കാണണ്ടേ? ഇത് മിക്കവാറും എന്റെ കഞ്ഞൂടി മാത്രല്ല മുട്ടിക്കുന്നത്, എന്റെ താലി കൂടി പൊട്ടിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. സ്വാഗതം. സ്വാഗതം അങ്ങോട്ട് പറയണോ? തിരിച്ചും നന്ദി. 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 വീണ്ടും വരിക. രവീന്ദ്ര, നീ എവിടെ? ഈ ടൈറ്റിൽ എങ്ങനെ വന്നു എന്നറിയോ? എന്നോടോ? എനിക്കറിയില്ല സാർ, ഒന്ന് പറഞ്ഞു. ഞാൻ ഓരോരുത്തരും ചോദിക്കും ടൈറ്റിൽ എങ്ങനെ വന്നു. നിങ്ങൾക്കറിയോ? ഞാൻ അറിയാൻ എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ടൈറ്റിൽ എങ്ങനെ വന്നു? പടത്തിൽ ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. അതെനിക്കറിയാം. എങ്ങനെ ഞാൻ സ്ഥിരം ഉണ്ടാവുന്ന കമ്പനിയിൽ. ഞാനും ഇദ്ദേഹം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അബാബിന്റെ റിസപ്ഷനിൽ ഇരിക്കുന്നതാണ്. ആര്? ഇവിടുത്തെ ഈ സെയിം ഹോട്ടൽ, ബാർ ഹോട്ടലിലാണോ? എന്തോ ഞാൻ ഇരിക്കണ എവിടെയാണ്? എങ്ങനെ ടൈറ്റിൽ വന്നു അത് പറയൂ. അറിയോ? അറിയില്ല സാറേ. എനിക്കും അറിയില്ല. ആർക്കും അറിയില്ല അല്ലേ? ആർക്കും അറിയില്ല. അറിയോ? എനിക്കറിയാം ടൈറ്റിൽ വന്നതാണ്. അതെന്ന് പറയൂ. ഞാൻ അതിനകത്ത് ന്യൂസ് വായിച്ചത്. ഓ, ഞാനിട്ട ടാഗ് ലൈനാണ്. അതെ. സെൽഫ് പ്രൊമോഷൻ ഹൈറ്റ്സ് ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്നതാണ്. അലിയക്കുട്ടി, ഇതാണ് ഞാൻ ആ ന്യൂസ് അവർ അവതരിപ്പിക്കുമ്പോൾ ടാഗ് ലൈൻ കൊടുത്തത്. പക്ഷേ അപ്പോൾ അവിടെ എഴുതി വെച്ചു ഇത് തന്നെ പേരാക്കണമെന്നുള്ളത്. ഈ ചോദ്യം വേണ്ടായിരുന്നു. വേണം. ഈ ഫസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഞാൻ ഈ സിനിമയിലുണ്ട് പറഞ്ഞാൽ പോരല്ലേ? മാത്രമല്ല ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കാരണം അറിയാമോ? എങ്ങനെ? കാരണം ആ സിനിമ കണ്ടിരുന്നത് ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. ഇപ്പൊ ശ്രദ്ധിക്കൂലേ? മനസ്സിലാർക്ക് ഓർമ്മ. ഈ സിനിമയുടെ ഏറ്റവും കാരണം ക്ലൈമാക്സ് ഞാനിപ്പോ ആണ്. ഓർക്കുന്നു, ഒരു കോട്ടും ടൈയും തന്നിരുന്നല്ലേ, അതാണ് ശ്രദ്ധിക്കാതെ പോയത്. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ മാറ്റി വേറെ ആളെ വെച്ചു. സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടാ. സിനിമയെക്കുറിച്ച് അല്ല, നന്നായിട്ട് നന്നായിട്ട് അറിയാം. എന്താ പറയാ, ധ്യാന്റെ മുഖത്തോട്ട് രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. ഞാനല്ല രവീന്ദ്രൻ. അല്ല, ഞാൻ ചോദിച്ചല്ലേ രവീന്ദ്രൻ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ അവിടെ നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയും കോമാളി വേഷം ഒരു വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത് മാറ്റി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പറയുന്നത്. പക്ഷേ ഞാൻ വന്നോണ്ട് നല്ല ടൈറ്റിൽ കിട്ടി. അത് കിട്ടി. അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ്. എല്ലാം നിങ്ങൾ തന്നെ കംപ്ലീറ്റ്. എല്ലാം ഓ അത് അത്ര വേണ്ട, എനിക്ക് എല്ലാം എനിക്ക് വേണ്ട. എനിക്ക് ഇതിന്റെ മാത്രം മതി. ഇരിക്കട്ടെ മക്കളെ, ഇത് എനിക്കിരിക്കട്ടെ. ഇനി ഇറങ്ങുമ്പോ മിക്കവാറും ചോദിക്കും ഹൈദരാബാദ് രീതി എവിടെയത്, ഈ പേരിട്ടോട്ട് ചോദിക്കും. അതൊക്കെ കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞോ പറയുകയും ചെയ്ത്
ഞാൻ കണ്ടുണ്ട് ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞ പക്ഷെ ഇങ്ങനെ എടുത്ത് പറയണം. പറയുകയും ചെയ്തു. കട്ട് ചെയ്ത് കളഞ്ഞോ? അല്ല, ഇനി കെട്ടി, സിനിമ റിലീസ് ചെയ്തപ്പോ ഇനി കെട്ടി. ഞാൻ കണ്ടു ഒരു മിന്നായം പോലെ. പക്ഷെ ഈ പറഞ്ഞത് കറക്റ്റാ. രവീന്ദ്ര ഈ ടൈറ്റില് അല്ലേ, രവീന്ദ്ര നീ എവിടെയെന്ന് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ആണ്. ഇനി അതിലില്ലെങ്കിലും വേണ്ടില്ല. അതെന്താ ഒരു ഉൾക്കൊത്ത്, എങ്ങനെ? അത് കേട്ടില്ല. അതെന്താ അതിനകത്തൊരു ഇതൊരു ഇല്ലെങ്കിലും വേണ്ടില്ല. അവരൊക്കെ എഴുതി വെച്ചിട്ട് ഇനി മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് കട്ട് ചെയ്ത് പോയെങ്കിലും. ഇല്ല ഇല്ല. എന്തായാലും വീണ്ടും നല്ലൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയാണ്. ധ്യാൻ്റെ എത്രാമത്തെ സിനിമയാണ് അറിയില്ല. 101. എന്തായാലും നമ്മളൊരു 3-4 സിനിമ ഒരുമിച്ച്. നമ്മുടെ കുടുംബത്തിൽ എത്ര സിനിമ? നാലാമത്തെ സിനിമ കുടുംബത്തിലെ. കുടുംബ ആർട്ടിസ്റ്റാണ് കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്ത് പറഞ്ഞെത്തും. അമീറിന്റെ ഫോൺ തേഞ്ഞു തീർന്നാലും വേണ്ടില്ല. അതെ എത്തൂല്ലേ? എന്തായാലും നല്ലൊരു സിനിമ. അതിന് വേണ്ടി നമ്മൾ കുറേ ആയി പോയിരുന്നിട്ട് അല്ലേ? നമ്മളിടയ്ക്ക് വിളിക്കുമായിരുന്നു, ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഒരു വെറൈറ്റി സിനിമയായിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ, എനിക്ക് കഥ കുറച്ച് കേട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇത്തരമൊരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് എത്തുന്നത്? ഇത്തരം സബ്ജക്റ്റിൽ ഞാനിലെത്തുന്നത് അത് മനോജ് പാലോടൻ ആണ് ഇതിന്റെ വീട്ടിലെത്തി. അത് മനോജ് പാലോടൻ വീട്ടിലെത്തി, എബ്രഹാം മാത്യുവിന്റെ പൈസ വീട്ടിലെത്തി, ഷീല എബ്രഹാം കൃത്യമായിട്ടെത്തി, മറ്റൊരു ഹോട്ടൽ വിറ്റ പൈസയുമായി ഇറങ്ങി. അതൊക്കെ തന്നെ യൂഷ്വൽ കഥകൾ തന്നെ. എബ്രഹാം മാത്യു ഒരു സൈഡില് പുതിയ പുതിയ ഹോട്ടലുകൾ വയ്ക്കും, ഷീലു ഇപ്പർ സൈഡിൽ സിനിമകളെടുത്ത് അത് പണയം വയ്ക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുറയ്ക്ക് നടന്നുകൊണ്ട് പോവാണ്. മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുമിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്ന ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തണമല്ലോ. അങ്ങനെ എത്താനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, പ്രധാന കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഒരു ബേസ് ഹ്യൂമർ, ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സ് കുറേ കാലമായി ചെയ്തിട്ട്, നമ്മൾ ഒന്നീ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടർ എന്നൊക്കെ പറയുന്ന എൻ്റെ സ്ഥിരം വാർപ്പ് മാതൃകകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വല്ലപ്പോഴാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഷീലവും എബ്രഹാം ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കളും ആണ്. അവരൊരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഭാഗമാവുക എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമുള്ള ഷൂട്ട് ടൈം ആയിരിക്കും. ഞാൻ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, സ്ട്രെസ് വലുതായിട്ടില്ലാത്ത അത്തരം ഒരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതായിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടും, പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ മറ്റു ഇൻ്റർവ്യൂസ് പറഞ്ഞ പോലെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള സിനിമയേ അല്ല. അവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇതൊരു 30+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫിലിം അങ്ങനെ ആസ്വദിച്ച് പോകാവുന്ന ഒരു സിനിമയാണ്. ബാക്കി അതിന്റെ വരുംവരായകൾ നമ്മൾ അറിയില്ല, നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ. ഇതെല്ലാം നമുക്ക് നേരത്തെ ഈ ഫോർമുലാസും എന്താണ് ഇതിന്റെ ഹിറ്റ് മന്ത്ര എന്നുള്ളത് അറിയാമെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. വി ആർ ഓൾ ട്രൈങ്. നമ്മളിപ്പം വെറുതെ ഒരു ഇതിന് ഷീലുവിനെ കുറെ കുറേ ഇന്റർവ്യൂ ആയിട്ട് ഷീലു തന്നെ പറഞ്ഞ പോലെ എയറിൽ നിർത്തുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗൾഫിലൊക്കെ പോയിട്ട് വരും. എന്തോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഗൾഫിലൊക്കെ പോയിട്ട് വരും. അതെ, അതെ. അപ്പൊ അതല്ലാതെ ഇറങ്ങുന്നതോടുകൂടി അവരിപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 15ഓളം സിനിമകൾ നിർമ്മിക്കുന്നു, ഇനിയും എന്തായാലും തുടരും. അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം മൂവീസ് തുടരും. തുടരുന്നില്ലേ? 15 ഇപ്പം എല്ലാം സൂപ്പർ ഹിറ്റുകളോ ഒന്നും അല്ല. വളരെ കാശ് പോയ 2-3 സിനിമകൾ ഉണ്ട്. എന്നിട്ട് പോലും വീണ്ടും സിനിമകൾ ചെയ്യുന്ന ഈ സിനിമയോടുള്ള, ഈ മാധ്യമത്തോടുള്ള ഒരു ഇഷ്ടം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിനൊപ്പം കൂടെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ആ മൊത്തം കാര്യത്തിൽ. ഇപ്പം ഞാനും ഒക്കെ ഈ ഒരു കമ്പനിയുടെ ഭാഗമാവുന്നതിൻ്റെ കാരണം അത് തന്നെ ആയിരിക്കണം. നല്ലൊരു കോർഡിയൽ അറ്റ്മോസ്ഫിയറിലാണ് ഇത് മൊത്തം പോകുന്നത്. ഇതിനകത്ത് മറ്റ് ബഹളങ്ങളില്ല, മറ്റ് സ്ട്രെസ്സുകളില്ല. പിന്നെ ഓഫ് കോഴ്സ് മനോജും കൃഷ്ണ പൂജപ്പുരയും അന്ന് പറഞ്ഞ കഥയ്ക്ക് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ്സിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ. ചെറിയ സിനിമയാണ്, വളരെ ചെറിയ ഒരു സിനിമയാണ്. വളരെ ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചെയ്യുന്ന സിനിമയാണ്. ഒരു ചെറിയ ചിരിയോടെ നമുക്ക് മൊത്തം ഫാമിലീസിന്, സ്പെഷ്യലി ഫാമിലീസിന് കണ്ട് പോകാവുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സിനിമയാണ് എന്തായാലും. ഈ ധ്യാനുമായിട്ട് ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച
ഞാൻ തുടങ്ങിയതിന് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് അല്ലല്ല ഉറങ്ങുമായിരുന്നില്ല. ഉറങ്ങുമായിരുന്നു. അല്ല അഭിനയിച്ച ഞാൻ ചോദിച്ചു. അഭിനയിച്ച ആദ്യമായിട്ടാ. അഭിനയിച്ച ആദ്യമായിട്ടല്ലേ അതെ. ഒരുമിച്ച്? അനുപച്ച ഈ ധ്യാൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് അനുപേട്ടൻ. ഇപ്പം നിങ്ങൾ കുറേ ഇന്റർവ്യൂസ് ഇപ്പോൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂസും ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. ഇല്ലല്ലോ. ധ്യാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം എന്താ? അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി പേടിയാണ്. പോരെ, എത്രയും പോരെ. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത്രേ ഉള്ളൂ. ഇനി പേടിയാണ്. ധ്യാനാ എന്തിനാണ്? കാരണം കുറെ കഥകൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പുറത്തെവിടെയും പോയി പറയുന്നുള്ള പേടിയാണ്. എന്തായാലും ഞാൻ ധ്യാൻ്റെ അടുത്ത് കഥ പറയുന്നത് വളരെ സൂക്ഷിച്ച് പറയുകയും ചെയ്യണം കേട്ടോ. അല്ല, അവരടുത്ത് നുണയും പറയാൻ പറ്റും. സത്യസന്ധമായിട്ട് എടുക്കും. എന്നോട് മറ്റൊരു ആക്ടർ ഇതിനെ പറ്റി മറ്റൊരു സെറ്റിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്ത് അപ്പൊ നീ ആയിട്ട് അതൊരു ഇന്റർവ്യൂവിന് വരികയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞ കാര്യം, അവൻ അപകടകാരിയായ വ്യക്തിയാണ്. കാരണം അവൻ എന്ത് പറഞ്ഞാലും അവൻ എന്തോ ആരോ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതാണ്. അപ്പം അവനതൊന്നും പറ്റൂല. ഇവൻ 4 കാലിൽ വീഴുകയും ചെയ്യും, കൂടെ ഇരിക്കുന്നവൻ പണി കിട്ടുകയും ചെയ്യും. നമ്മള് ധ്യാന എന്തെങ്കിലും ഒരു ട്രോൾ മെറ്റീരിയൽ ഇറക്കുന്നു എന്ന് കണ്ട് ഇപ്പുറത്തിരിക്കുന്നവൻ എന്നാ പിന്നെ അടുത്ത് അടിച്ചു കളയാ എന്ന് പറഞ്ഞ് ഇവൻ അടിക്കുന്ന സാധനം പോയി കോമഡിയായി മൊത്തത്തിൽ അവന് സിനിമയിൽ വെളിയിലാവുന്ന അവസ്ഥ വന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈയിടെ നമ്മുടെ കമ്പനി പടമാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോർഡിയൽ ആയിട്ടുള്ള വളരെ അങ്ങനെ ചേച്ചി ഇരിക്കുമ്പോൾ അനുഭവം ഞാൻ ബഹുമാനത്തോടുകൂടിയാണ്, ഭയത്തോടുകൂടിയാണ് ഞാനിവിടെ സത്യം. അതുകൊണ്ട് കേട്ടോ അവന് ത്രൂ ഔട്ട് ഇന്ന് രാവിലെ തൊട്ട് വൻ ഭയമാണ്. കാരണം ഇവർ രണ്ടുപേരുമില്ലേ വേറെ ലെവലിലാണ്. ഞാനിവിടെ കുറച്ച് ഇന്റർവ്യൂ ഇങ്ങനെ കേട്ട് പോയപ്പോ ധ്യാൻ ഒന്നുമല്ല, ഇന്ന് മൊത്തം ഷീലുമാൻ പിടിച്ചേക്കോ പിടിച്ചെന്ന് പറഞ്ഞാ ലാസ്റ്റ് വന്നിട്ട് കിളി പോയി തുടങ്ങി. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയില്ലാന്ന് പറഞ്ഞു. ഇന്റർവ്യൂ വരുമ്പോഴേ ഞാൻ പറഞ്ഞ ആ വാക്കിന് ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടോറും വേറെ ലെവലിലാണ് കൊണ്ടുപോയി. അല്ല സാധാരണ ഞാൻ അനുപേട്ടനൊക്കെ ഒരു ഇന്റർവ്യൂ വന്നിരുന്ന ഒന്ന് പിടിച്ചൊക്കെ ഒന്ന് ഇരിക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇന്ന് വരെ. പക്ഷെ ഇന്ന് വന്നപ്പോ അഴിച്ചു വിട്ടേക്കണം പോലെ അങ്ങ് പോവാണ്. BBC വേൾഡില് കുടുംബ ഫിലിം, കുടുംബ ചിത്രം, ആ കുടുംബത്തിലെ കുഞ്ഞാള് ഞാൻ. BBC വേൾഡിൽ പോയിട്ടോ മനുഷ്യനാണ് ഇന്റർവ്യൂ. ഇന്ന് ഷീലുമാവിന്റെ കോസ്റ്റ്യൂം തന്നെ നോക്കിയേ. ഞാൻ ഇന്നുവരെ കാണാത്ത ജഗദീഷങ്ങള് കഴിഞ്ഞാണ് പറഞ്ഞിട്ട് കാല് വെച്ചിട്ട് ആട്ടാൻ പാടില്ല, ബഹുമാനക്കുറവാണ്. അപ്പൊ ഒരാളെ എടുക്കുകയും ചെയ്തല്ലേ. കാലിങ്ങനെ മുകളിലിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ അത് അനാദരവാണ്. ഹൈദരാലിയോട് അനാദരം സാറല്ലേ നമ്മളെ. എന്റെ അടുത്തല്ലാണ്ടോ, ഞങ്ങൾ അങ്ങനെയല്ല. അത് അങ്ങോട്ട് കാലിങ്ങനെ പോണ്ട്, വളച്ചിങ്ങനെ പോണ്ട്, നിന്റെ നടക്കാൻ പോണ്. അല്ല ഈ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇന്ന് എനിക്ക് ആ മുടിയൊക്കെ ഇന്നൊക്കെ ഒരു കല്യാണം ഉണ്ടല്ലോ. ആ കാര്യം 7:30 ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി 7:30 മുഹൂർത്തമുള്ളൊരു കല്യാണം. അതിന് പോയിട്ട് വന്നിരിക്കുകയാണ്. വന്ന വഴിയാണ് ആ കല്യാണം സ്പോൺസർ ചെയ്ത് അന്നദാന ഊട്ട്. അതിന്റെ ഡിജിറ്റൽ എടുത്ത് കാണുമല്ലോ. 1 2 ഒന്നും അറിയാത്തവര് ഇരിക്കുകയാണ്. നമ്മളാണല്ലോ മൊത്തം എടുക്കണേ. വെഡിങ് ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. വെഡിങ് എടുക്കുന്നില്ല. വെഡിങ് നമ്മൾ സ്വന്തം വെഡിങ് എടുത്ത ആളാണ്. അതാ ഞാൻ ഉച്ചയ്ക്ക് ഒന്നാം ചോദിച്ചപ്പോ ഞാൻ സദ്യ കഴിച്ചത്. സ്വന്തം റൈറ്റ്സ്, കല്യാണത്തിന്റെ റൈറ്റ്സ് ഭാര്യ വീട്ടിൽ സംസാരിച്ച് പൈസ വാങ്ങിച്ചിട്ടാണോ? നീ കുറച്ച് ഉള്ള കാര്യം പോലും തമാശ പോലും പറയാൻ പാടില്ല. എവിടെ നോക്കിയാലും ഇപ്പൊ യൂട്യൂബ് തുറന്നു നോക്കിയാലും റൈറ്റ്സ് വാങ്ങിക്കുന്നത് നിങ്ങളല്ലേ ഇപ്പൊ. നമ്മളൊരു വളർച്ചയല്ലേ? ആ വളർച്ചയാണ്, ആ തുടക്കമാണെന്ന് പറഞ്ഞത്. വളർച്ചയുടെ സ്വന്തം കല്യാണം ഇതിന് തുടക്കം ഉണ്ടാവുമല്ലോ. തുടക്കം ഉണ്ടാവും. എന്തിനൊരു തുടക്കം ഉണ്ടല്ലോ. ആ തുടക്കത്തിലൂടെ യാത്ര ചെയ്യാണ്. ഇതെങ്ങനെ
ഇന്ന് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങൾ ധ്യാനം നിന്നൊന്നും അല്ലാതെ നിങ്ങൾ എവിടെയൊക്കെ കഥകൾ പറഞ്ഞങ്ങ് പോയിട്ട് എവിടെയൊക്കെ എത്തി നിൽക്കുവാണ് നിങ്ങൾ രണ്ടുപേരും മാറി മാറി. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ കേൾക്കുന്നു. ഞാൻ രാവിലെ വന്നല്ലേ ഇല്ലേ. ഞാൻ വിചാരിച്ചത് എവിടുന്ന് അറിഞ്ഞു ഇപ്പഴേ അത് എയർലായോ എടുത്തിട്ട് പോയല്ലേ ഉള്ളൂ, ഇപ്പഴേ വാണം പോലെ പോയോ. അപ്പൊ എയറിലാവുന്നുള്ള ഉറപ്പായി. ഞാനൊക്കെ ഇന്നൊന്ന് ഇറങ്ങിയിരിക്കും. നാളെ മുതൽ എയറിൽ പോകാൻ പോകുന്ന 2 കഥാപാത്രങ്ങളായിരിക്കും. സേഫാ ഞാനാണോ? ചേച്ചി പിന്നെ വേറെ ലെവലിലാണ്. ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിനെ സ്വയം നിന്റെ ഷോ അല്ലേ? ഇത് കഴിഞ്ഞാൽ ഞാൻ എയറിലാന്ന് അതും പറയും. അതും പറയും. അത്രയും ഇന്ന് അങ്ങനെ ഒന്ന് തീരുമാനിച്ചതെന്നാണ് ഇന്നത്തെ നമ്മുടെ കുടുംബ ചിത്രത്തിൽ അങ്ങനെ തീരുമാനിച്ചത്. ഇന്ന് ഞാനൊന്നൊന്ന് സൈഡിൽ ഞാനൊന്ന് പോയിക്കാം. രണ്ടും കെട്ട് നീക്കുക, എല്ലാം പോയാച്ച് മേളിലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി. എന്നെ നോക്കാനുള്ള, ആരെ പേടിക്കാനുള്ളേ പറയുക. എന്തും തുറന്നു പറയാ രീതിക്കാണ്. എന്താ ആരെ പേടിക്കാനാ? ഹൈദർ ഒരൊറ്റ കാര്യം, ഷീലുവിന്റെ ആത്മകഥയാണ് ഈ സിനിമ എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും ജെന്യുവിൻ ആയിട്ട് ഒരു റെവലേഷൻ നടത്തി കഴിഞ്ഞു ഇവിടെ. അത് മാത്രം പറയരുത്, അത് മാത്രം പറയരുത്. നീ എന്നെ പറഞ്ഞത് ഞാനല്ല, മറ്റേ എന്ത് മസ്താനിയോ? ചേച്ചി എവിടെയോ ആക്ച്വലി പറഞ്ഞോ ആത്മകഥയാണ് പറഞ്ഞു. 2 ഇന്റർവ്യൂസ് നീ പറഞ്ഞു. അങ്ങനെ അല്ല, കഥാപാത്രങ്ങൾ വേറെയാണെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇത് മിക്കവാറും എന്റെ കഞ്ഞൂടി മാത്രല്ല പൊട്ടിക്കുന്നത്, എന്റെ താലി കൂടി പൊട്ടിക്കുന്നു. സത്യം അവിടെ വരെ എത്തിച്ചേർത്തേക്കാണ്. പാവം മനുഷ്യൻ ദുബായി മരം കുലുക്കിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ ആത്മഹത്യ പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ അനുപചേട്ടൻ പറഞ്ഞു ആത്മഹത്യ മാത്രമല്ല, ക്യാരക്ടറൊക്കെ വേറെയാണെന്ന് പറഞ്ഞു കേട്ടോ. ക്യാരക്ടറുകൾ വേറെയാണെന്ന് ഉറപ്പാണ്. അതിന് നീ രക്ഷപ്പെടും. രക്ഷപ്പെടണേ, ഇത് പടം വല്ലവനും കാണണ്ടേ? എന്തും ധ്യാൻ പറയുന്ന സാധനം. ഞാൻ പറഞ്ഞു ധ്യാൻ മാത്രം പറയുന്ന സാധനം എന്റെ സിനിമ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇന്റർവ്യൂ മാത്രം കണ്ടോ? ഭൂമിയുടെ അടിയില വല്ലാത്തൊരു ചോദ്യം. ഇത് ഈ സിസ്റ്റത്തിനെതിരെയുള്ള ചേച്ചിയുടെ പ്രതിഷേധം കൂടിയാ. ആരും കാണണ്ടേ? എന്താ കാണാത്തെ? എന്ത് സ്വന്തം ജീവിതം എടുത്തു വെച്ചിട്ട് ഒരു ആള് കാണാനില്ല. ഇത് മിക്കവാറും എന്റെ കല്യാണം ഞാൻ പറഞ്ഞ സംഭവിക്കും. സ്വന്തം ജീവിതം പറഞ്ഞിട്ട് പോലും കാണുന്നില്ല. കാണുന്നില്ലെന്നല്ല, കാണുമായിരിക്കും. നമ്മൾ 18-ാം തീയതി അറിയാൻ കാണുവാണല്ലോ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു അവസാന സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഷീലു ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് സ്വന്തം ജീവിതം സിനിമയാക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അതാണ് ഈ വരുന്ന രവീന്ദ്രൻ. നീ എവിടെ പടം കണ്ടിട്ടില്ല, ഇല്ല, പുള്ളി കാണാതിരിക്കട്ടെ. അത് നിനക്ക് വളരെ നല്ലതായിരിക്കും. നാട്ടുകാരെല്ലാം കാണുകയും ചെയ്യട്ടെ. പ്രൊഡ്യൂസർ പടം കണ്ടിട്ടില്ലെന്നോ? എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും കാണും. അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. രവീന്ദ്രൻ നീ എവിടെ 2 എവിടെ തീർന്നു. നീ ഇവിടെയോ? അയ്യോ എനിക്ക് പറഞ്ഞിട്ടേ ഞാൻ സാധാരണ ഇന്റർവ്യൂ ഒക്കെ പറയും. എന്റെ ഇന്റർവ്യൂ പ്രസംഗിക്കാൻ പറയും. എന്റെ ഇന്റർവ്യൂ നിങ്ങൾ സിനിമ കണ്ടില്ല, എന്റെ ഇന്റർവ്യൂ കാണുമെന്ന് പറയല്ലേ. എന്തായാലും ഇത് കാണൂല, ഇതൊക്കെയും കാണട്ടെ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങി നോക്കാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടോ, എൻ്റെ ആത്മകഥ പറഞ്ഞിട്ട് പോലും ആൾ കാണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിനുള്ള പ്രതിഷേധമാണ്. അത് എന്ത് പ്രതിഷേധമാണ്? സിസ്റ്റം ഒന്ന് പറഞ്ഞു. നാട്ടുകാർ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ സിസ്റ്റം എന്തുകൊണ്ട്? അങ്ങനെ വലിയ സിനിമകൾ മാത്രം ഓടിയാൽ മതിയോ? ചെറിയ സിനിമകൾ പറഞ്ഞു. ഏത് സിനിമ ഓടുന്നുണ്ട്. വന്ന ഉടനെ ഓടുന്നു. അങ്ങനെയാക്കി തിയേറ്ററിൽ നിന്നുള്ള ഓടുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു സീരിയസ് മാറ്റം കൊണ്ടുണ്ടോ. ഞാൻ തമാശയ്ക്ക് പറയാനകത്ത് സീരിയസ് ഉണ്ട്. ചെറിയ സിനിമകൾ കാണാൻ തിയേറ്ററിൽ സ്പേസ് കൊടുക്കുന്നില്ല. അത് 2 ദിവസം ആളില്ലാതെ എടുത്ത് കളയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ.
അങ്ങനെ സിസ്റ്റം എന്തിനുണ്ടാക്കുന്നു? 2 ദിവസം ആള് വരാതിരിക്കുന്നതുകൊണ്ട് തിയേറ്ററാണ് പറയല്ലേ, അതിന് മുമ്പ് ഇവര് വരട്ടെ. അതിലേക്ക് നമ്മൾ നാളെ കയറ്റി നിറച്ചു കൊടുക്കാറുണ്ടല്ലോ. നിറച്ചു കൊടുക്കുന്ന പരിപാടിയല്ല, അതൊക്കെ ഇതിനുള്ള പ്രതിഷേധ സിസ്റ്റത്തിന് സിസ്റ്റത്തിന്. അതൊക്കെയാണ് എല്ലാം ഇതൊക്കെ മൊത്തത്തിൽ പ്രതിഷേധമാണ് അല്ലേ? നിറച്ചു കൊടുക്കണമെങ്കിൽ പക്ഷെ അപ്പൊ അവര് പറയുന്നത് ചെയ്യാതിരുന്നാ പോരെന്ന് ചോദിക്കുക. അപ്പോഴാണ് അല്ല, വേറെ കാര്യമുണ്ട്. ഇല്ല, ഞാൻ പറയുന്നില്ല. അല്ല, നിറച്ചു കൊടുക്ക, അത് പറഞ്ഞായിരുന്നു. നിറച്ചു കൊടുത്തിട്ടും നന്ദിയില്ലെന്ന്. അത് തന്നെ. ഞാൻ ഇത് എന്തെങ്കിലും സംഭവിക്കുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് ഫ്രീ ടിക്കറ്റിന് വിലയില്ല, ഞങ്ങൾക്ക് ഫ്രീ വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെ പ്രതിഷേധമായിട്ട് ഒരു ടിക്കറ്റ് ഞങ്ങൾ 2 മണിക്കൂർ കളയണമെന്നാണ്. പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. തുറന്നു പറയും. ഞാനോ? ഞാൻ തുറന്നു പറയും. തുറന്നു പറയുന്ന ഒരാളാണ്, അതെനിക്കറിയാം. അപ്രിയ സത്യങ്ങള് മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കും. തുറന്നു പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്ന, ഈ പറഞ്ഞ പോലെ ഈ രവീന്ദ്രൻ എവിടെയാന്ന് ചോദിച്ച പോലുള്ള പ്രശ്നമാവുന്ന സാധനങ്ങളൊക്കെ പറയാതിരിക്കാൻ ശ്രമിക്കും. ബാക്കി എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനത്തെ ഒരാളെ പറയാറില്ല. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. എന്നെയോ മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് മാറ്റി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും. മാറ്റി നിർത്തുന്ന എനിക്കിഷ്ടം. നമ്മള് എനിക്ക് ആൾക്കൂട്ടം ഇഷ്ടമില്ല. അല്ല, ഞാൻ ഇന്റർവ്യൂലല്ല കാര്യങ്ങൾ തുറന്നു പറയുന്നോണ്ട് മാറ്റി നിർത്തി ചില വേദികളിൽ അല്ല, അത് അങ്ങനെ തുറന്നു പറയുന്നോണ്ട് ആ സ്വഭാവം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് വരെ. അല്ല, പക്ഷെ എനിക്ക് ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. മാറ്റി ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ കൂട്ടത്തിലോട്ട് കൂട്ടിയ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ പേടിയുണ്ട്. അപ്പം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ, നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്തപ്പെട്ടതായിട്ട് തോന്നി നിന്നാൽ അവരെ കൂടെ കൂട്ടുക എന്നുള്ള ഒരു പുതിയ രീതിയുണ്ട്. അത് അങ്ങനത്തെ ഒരു പുതിയ രീതിയുണ്ട്. അവര് ഭയപ്പെട്ട് ചേർത്ത് പിടിക്കും. ഭയമല്ല, അതിനെ ഭയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാൻ എന്തോ ഒരു പേടി. ഇവര് കമ്മൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? അമ്മയില് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അമ്മ നമ്മുടെ നമ്മള് കാണുന്ന ആൾക്കാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ടോട്ടലി അല്ല, ഇത് എന്തുദ്ദേശിച്ചാ ചോദിച്ചത്? മാറ്റി ഞാൻ ചോദിച്ച അമ്മയിൽ അങ്ങനെയല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരുമായിട്ടല്ല നമ്മൾ അടുത്ത് ഇടപഴകുന്നത് സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ ചേർത്ത് നിർത്തുന്ന കുറച്ചൊരു ഒരു പുതിയൊരു സിൻഡിക്കേറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ്. ഈ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചത് എന്തുദ്ദേശിച്ചിട്ട്? എന്നെ മറ്റേ മീൻ മാർക്കറ്റ് വെച്ച് കണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എനിക്ക് പിടിയിട്ടില്ല. അമ്മയുടെ കാര്യം വന്നപ്പോ അതിലേക്ക് ഞാൻ വരാം. അമ്മയിലേക്ക് വന്നില്ലേ? അമ്മയുടെ കാര്യമല്ല, ഞാൻ അമ്മയുടെ മെമ്പറാണ്. അമ്മയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് ഒന്ന് വന്നേക്കാന്ന് ഓർത്ത്. ഇപ്പൊ കുറച്ചു മുമ്പ് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അമ്മയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. അല്ല, ഞാൻ ഉദ്ദേശിച്ചില്ല. ഇപ്പൊ ഞാൻ എടുത്തിട്ടപ്പോ അതിലേക്കൊന്ന് പോണല്ലോ നമുക്ക്. അല്ല, ഞാൻ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു പ്രതിഭാസം പറഞ്ഞതാണ്. പ്രതിഭാസത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. സമൂഹത്തിന്റെയാണോ ചേച്ചി പറയണേ? മൊത്തത്തില് അതിപ്പോ ഇത് മാറിപ്പോലെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചെറിയ സമൂഹങ്ങളെല്ലാം വലിയ സമൂഹത്തിന്റെ ഭാഗമല്ലേ? ഞാൻ ഇവിടെ ബുദ്ധിമാനായിട്ട് ഒരാളെ കാണുന്നു, ഒരക്ഷരം പറയാതെ കഴിഞ്ഞ 3 ഇന്റർവ്യൂവിൽ പഠിച്ച് എങ്ങനെ ഡീൽ ചെയ്യണം. കൂട്ടായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, വനിതകളുടെ കൂട്ടായ്മയൊക്കെ. ഞാനൊരു കൂട്ടായ്മ. ഏത് വനിത? എവിടെയാ വനിതാ സംഘം? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ തുടങ്ങി. അമ്മയിൽ പെട്ടെന്ന് ഒരു കൂട്ടായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒറ്റപ്പെട്ട ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മയല്ലേ? ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഇറക്കാൻ പോകുന്ന സിനിമ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരിക്കലല്ല. അമ്മയിലുള്ള 3-4 പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ രവീന്ദ്ര നീ എവിടെയാണ്? അല്ല, ഒരു അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ അല്ലേ? ആ അമ്മയല്ല ഈ അമ്മ. ആ അമ്മയല്ല ഈ അമ്മ. ആ ഒരു കൂട്ടായ്മ തുടങ്ങിയെന്ന് ഇങ്ങനെ അറിഞ്ഞു. സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി. അത് കുറച്ച് ഏത് കൂട്ടായ്മ? ഒരു വാട്സാപ്പ് കൂട്ടായ്മ. അല്ലല്ല, ഹൈദരാലിക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറയൂ.
ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അമ്മയിൽ പെട്ടെന്ന് ഇപ്പോഴാണ് ഉണ്ടായത് ഈ അല്ല ഇലക്ഷൻ അതൊക്കെ നേരത്തെ ഉണ്ടാവുമല്ലോ, സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാവുമല്ലോ, കുറച്ച് പേരുകൾ കൂടി സംസാരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ആ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഇപ്പൊ തുടങ്ങിയോന്നോ? ആരാ പറഞ്ഞ? അല്ല, ഞാനിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പൊതുവെ ചർച്ച പുള്ളിയാണ് തുടങ്ങിയത്, പങ്കജാക്ഷിയുടെ പേരിൽ. അഡ്മിനാണോ? ഞാനല്ല, അല്ല, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പുറത്ത് സംസാരം കേട്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തുറന്നു ചോദിക്കുന്നതാണ്, അതിൽ ഉണ്ടോ, ആ പുതിയ ഉണ്ടായ വാട്സാപ്പ് കൂട്ടായ്മയിലുണ്ടോ? എന്തോ അറിഞ്ഞിട്ടുള്ള ചോദ്യം, അറിഞ്ഞിട്ടുള്ള ചോദ്യം. എന്തോ ഒരു കുത്തിത്തിരിപ്പ് മണക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ചേച്ചി പറഞ്ഞത്? ഇപ്പൊ ബ്രേക്ക് വേണം, നമുക്ക് രക്ഷപ്പെടാം. കുത്തിത്തിരിപ്പുണ്ടെങ്കിലേ പടം ഓടുള്ളൂ എന്നൊക്കെ പറഞ്ഞ പിന്നെ എന്തിന്? അതിനല്ലേ കൊണ്ടുവന്നതിനെ. ചേച്ചി അങ്ങനെ കൂട്ടായ്മ ഉണ്ടോ? സത്യം പറ ചേച്ചി, ചേച്ചിയുടെ അറിയലുണ്ടോ? ഉണ്ട്. രഹസ്യ കൂട്ടായ്മ? രഹസ്യമൊന്നുമല്ല. രഹസ്യമില്ല. അതെങ്ങനെയാ? രഹസ്യമാണെങ്കിൽ ദേ എങ്ങനെ അറിയും? ഞാനൊരു കാര്യം രഹസ്യം മാത്രം ചോദിച്ചോട്ടെ? അറിയുന്ന ആളല്ലേ? അല്ലല്ല, വനിതയാണ്. വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? അതെങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വനിതകളുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മയിലെ ഒരുപാട് അംഗങ്ങൾ അതിൽ ആഡായിട്ടുണ്ട്. ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ്. അത് വളരെ നല്ല കാര്യങ്ങളൊക്കെ അമ്മയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് പുറത്തും വിചാരിച്ചിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ എല്ലാവരും ഉണ്ടോ? എല്ലാവരും തന്നെയുണ്ട്. അല്ല, കുറച്ച് പേരെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 150ഓളം ആൾക്കാർ ആഡായിട്ടുണ്ട്. എനിക്കൊന്ന് മൊത്തം ഒരു 250 വനിതകളെ ഉണ്ടാവുള്ളൂ ടോട്ടല്. അതിലൊരു 150ഓളം ഉണ്ട്. 150ഓളം ബാക്കി ആഡ് ചെയ്യാനുണ്ട്. ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. അല്ല, അതാണ് ഒരു ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു, അവിടെയാണല്ലോ ഡൗട്ടുകളും സംശയങ്ങളും വരുന്നത്. നല്ല കാര്യമല്ലേ? നേരത്തെ WCC എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങി അല്ലേ? അതെനിക്കറിയില്ല, ഞാനതിലില്ല. അല്ല, അറിയണമല്ലോ. അമ്മയിൽ നിന്നും അമ്മയിലെ വിഷയങ്ങൾ WCC ഉണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്കാണോ ശ്രമിക്കുന്നത്? ഒരിക്കലും അല്ല. അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, അമ്മയ്ക്ക് ഉള്ളിൽ നിന്ന് അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന, അമ്മയോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 3 ദിവസം ആയിട്ടുള്ളൂ ഞാൻ അതിൽ ആഡായിട്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി. ഹൈദരാലി വിചാരിച്ച ഒന്നുമില്ല. സത്യം വന്നല്ലോ. കൂടുതൽ ഞാൻ അത് ചോദിച്ചാണ്, സത്യം വന്നല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പുറത്ത് സംസാരമായല്ലോ. അതിൽ എനിക്ക് തോന്നിയ ഒരു രണ്ടാ കട്ടി വീഴ്ചയുടെ സൈഡിൽ ഒരു ഇളിച്ച ചിരി വരുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം വർക്കൗട്ട് ആയില്ല എന്നുള്ള ചിരി. നോക്കട്ടെ. അല്ല, ഇപ്പൊ അമ്മയിലാണെങ്കിൽ ഇലക്ഷൻ നടത്തുമ്പോൾ സ്ത്രീകൾ മത്സരിക്കുന്നതിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കുറവ് വോട്ടായിരിക്കും കിട്ടുക പുരുഷന്മാരെ അപേക്ഷിച്ച്. ഇവൻ കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് ഫീൽ, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, ഇതിനകത്ത് വേറെ ആരെയും പിടിച്ചിടണ്ട. അപ്പം പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുന്നത്, സ്ത്രീകൾക്ക് ഏറ്റവും കുറവ് വോട്ട് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. അത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നോട് കൂടിയിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനും അതിൽ നന്നായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് എടുത്ത് സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു, തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവരും ഒന്നാണ്, സ്ത്രീകളൊക്കെ ഒന്നാണ് എന്നുള്ളൊരു ഫീല് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. ആദ്യം ഉപയോഗിച്ചിരുന്നല്ലോ അമ്മയുടെ ലോഗോ. ആര് പറഞ്ഞു ഇതൊക്കെ? നിങ്ങൾക്ക് ഇതാണോ ജോലി, ഈ അമ്മയുടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ? ജോലി തന്നെ. അമ്മയുടെ ലോഗോ തുടങ്ങിയ സമയത്ത് ഏതാ? DP ആയിട്ടോ? ഞാൻ എന്നെ ആഡ് ചെയ്തത് എപ്പോഴാന്ന് എനിക്കറിയില്ല. എന്നെ ആഡ് ചെയ്തപ്പോൾ തൊട്ട് അതിൻ്റെ ലോഗോ കുറച്ച് സ്ത്രീകളുടെ ഒരു ഫേസാണ്. ചുമ്മാ ഒരു പെയിന്റിംഗ് പോലത്തെ കുറച്ച് സ്ത്രീകൾ, അമ്മയുടെ പെൺമക്കൾ എന്നാണ് ഗ്രൂപ്പ്. അമ്മയുടെ പെൺമക്കൾ എന്നാണ്. ഇനി ഞാനിത് ഇവിടെ ഇരുന്ന് പറഞ്ഞതിന് ഇനി അമ്മയുടെ പെൺമക്കൾ എല്ലാം കൂടെ എന്നെ പുറത്താക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, എനിക്കിത് പറയാൻ പറ്റുമെന്നും അറിയില്ലായിരുന്നു. ഇതിനിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല. അലി ചോദിച്ചു. അലി അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാനിത് റിവീൽ ചെയ്തത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല പുറത്തു വിട്ടാൽ. നമ്മളിപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം അത് പറയുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ അത് തുടങ്ങിയവർ പിന്നെ എന്തിനാണ് തുടങ്ങിയത്? ചോദ്യം കറക്റ്റാണ്. അത് രഹസ്യമല്ലല്ലോ. ഇപ്പോൾ ഈ 150 പേര് ആഡായിട്ടുണ്ട്. 150 പേരുടെ വഴിയിൽ നിന്ന് അവരത് രഹസ്യമായിട്ട് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടോ? ഞാനോ? ഒരിക്കലും ഇല്ല. ഞാൻ മത്സരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? അല്ല, കഴിഞ്ഞ തവണയൊക്കെ അത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. പേര് വരെ വന്നതാണ്. പേര് വന്നിട്ട് ലാസ്റ്റ് അവിടെ വോട്ടിങ്ങിൻ്റെ പാറ്റേണിൽ വന്നപ്പം ഷീലു എബ്രാഹിമിനെ പുറത്ത് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ഒച്ചപ്പാട് വരെ ഉണ്ടായി. എന്തുകൊണ്ട് നോമിനേറ്റ് ആയില്ല? അത് അവിടെ അമ്മയ്ക്കുള്ളിൽ ചോദിക്കണം. അത് തന്നെ ആ ശബ്ദം ഉയർന്നു. എന്തുകൊണ്ട് രവീന്ദ്ര നീ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് തന്നെ എന്റെ പേര് അവിടെ ഉന്നയിച്ച അവിടെ ഒരു ശബ്ദം കുറച്ച് പേര് പറഞ്ഞല്ലോ. എന്നിട്ട് എവിടെ പോയി ഞാൻ?
ഈ ശബ്ദത്തിലൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ് അവിടെ വന്നത് അല്ലേ? അപ്പോൾ എവിടെ ക്വസ്റ്റ്യൻ മാർക്ക്? എവിടെ രവീന്ദ്ര, നീ എവിടെ? ആ ക്വസ്റ്റ്യൻ മാർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ശബ്ദം ഉയരാൻ വേണ്ടി സ്ത്രീകൾ ഒരു കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് അതിലൊന്നും മത്സരിക്കാനും താല്പര്യമില്ല, അതിലൊന്നും ഭാഗമാകാനും താല്പര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടങ്ങ് ആസ്വദിക്കുക, അതൊക്കെ മതി. കിട്ടൂല മോനെ, നീ ഉദ്ദേശിച്ച ഉദ്ദേശമല്ല എനിക്ക് കിട്ടി, എല്ലാം കിട്ടി. എനിക്കെല്ലാം കിട്ടിയെന്ന് ഞാൻ പറയട്ടില്ലെന്ന്. അല്ലല്ല, അത് ഇല്ലല്ല ധ്യാന നീ പറയരുത്. ധ്യാൻ പറഞ്ഞു ഇതാണ് ശരി. ഒരു ചോദ്യം ചോദിച്ചു, ചേച്ചി ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. തുറന്നു പറഞ്ഞു. അപ്പൊ സമ്മതിച്ചല്ലോ. ഏത്? അല്ലല്ല, ആ കൂട്ടായ്മ. മിസ്റ്റർ ഹൈദരലി, താങ്കൾ സമ്മതിച്ചല്ലോ. ഏത്? കഴിഞ്ഞ 10 നിമിഷമായി താങ്കൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കിട്ടി, ഉറപ്പായിട്ടും. അവിടെ ഒരൊറ്റ ഡൗട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെ ആദ്യം പറഞ്ഞ 2 പോയിന്റ് ഒന്നും കൂടെ ചോദിച്ചു. നമ്മുടെ സിനിമയിലേക്ക് നിങ്ങളൊക്കെ കിട്ടിന്ന് പറയുന്നത് എന്ത് കിട്ടിയെന്നേ പറയുന്നത്? 1 വർഷത്തേക്ക് കിട്ടിയിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇത്ര കുറച്ച് കിട്ടിയ സന്തോഷമാവുന്ന ആളാ ഞാനാ? എനിക്ക് അതല്ല, എനിക്ക് ഉദ്ദേശ സാധനം കിട്ടിയെന്നാണ്. അത് എന്നതാണ് സാധനം? ഇത്ര വലിയ സാധനം ഞാൻ പറഞ്ഞത് അത് എന്നോടുകൂടെ ഒന്ന് പറയാം. ഈ കൂട്ടായ്മ 2 കാര്യം, എനിക്ക് 2 പോയിന്റാണ് എനിക്ക് ഒന്ന് മനസ്സിലായത്. അമ്മയ്ക്ക് വേഗനിസ്റ്റ് ആണോ എന്നുള്ളത് അത് കിട്ടി. അത് കിട്ടി, ഇനി എന്നാ വേണ്ട? ഉറപ്പായിട്ടും കിട്ടി. എന്തുകൊണ്ട് കഴിഞ്ഞതോടെ അവിടെ എല്ലാവരും പക്ഷത്തിൽ ഒരു പേര് പറഞ്ഞിട്ട് ആ പേരിലേക്ക് എത്തിച്ചില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആരെത്തിച്ചില്ല? അമ്മയില് താല്പര്യം. ആരാണ് പേര് പറഞ്ഞത്? പേര് പറഞ്ഞത് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ, അത് ആരൊക്കെയാന്നുള്ളത് അലിക്കറിയാലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന അലിയാണ്. അപ്പം ആരെത്തിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ അതിനൊരു മറുപടി പറ. അതിന്റെ മറുപടി അമ്മയ്ക്കുള്ളിലെ സംഭവമാണ്. അതിന്റെ മറുപടി ഞാൻ പറയാൻ അറിയാനല്ല. സംഭവം ചോദ്യം ഉയർത്തേണ്ട ആള് താങ്കളാണ്. എനിക്ക് ആവശ്യമില്ല. ആ മെമ്പർ ഉയർത്തിയിട്ടില്ല ഇതുവരെ. ഞാനോ? ഞാൻ ഉയർത്തണം എന്ന് അലി ആഗ്രഹിക്കുന്നുണ്ടോ? ഉയർത്തിയിട്ടുണ്ടോ? ഇല്ല. ചോദ്യം ചോദിക്കേണ്ടവര് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി വരുള്ളൂ. ആരോട് ചോദിക്കും? ആ ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ. എനിക്കറിയില്ല. രവീന്ദ്ര നീ എവിടെ? സിനിമ എവിടെ പോയി? ഇപ്പൊ ഫുള്ള് അമ്മയായി മൊത്തം. രവീന്ദ്രൻ എവിടെയോ പോലെ ഞാൻ എടുത്തിട്ടത് അമ്മേ, ഞാൻ എടുത്തിട്ടു അമ്മയെന്നും പറഞ്ഞു. അല്ല, ശരിക്കും അലി ഇതെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഏത് അലി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? അതാണ് ഞാനൊരു മാധ്യമപ്രവർത്തനായി ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ. മൊസാദ്, ഇസ്രായേലിന്റെ മൊസാദിലുള്ള ഞങ്ങളുടെയൊക്കെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആരുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം അവരുടെ വാട്സാപ്പ് ഡി പി വരെ നിങ്ങൾ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? വാട്സാപ്പ് ഡി പി എന്തായെന്ന് നോക്കണം, ഒന്നതിൽ ഉടഞ്ഞു നോക്കിയാലേ അറിയാൻ പറ്റും. പുലിമുരുകല്ലേ ശശി? അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എന്റെ ജോലി വാർത്തകൾ കണ്ടെത്തുക എന്നുള്ളത്, അതിന് ആർക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടായാലും എനിക്ക് വിഷയമല്ല. അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ അമ്മയിലെ അംഗങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ഈ അലി ഇരുന്നിട്ട് ഈ 1-2 ടോക്സ് എന്ന് പറയുന്നതിനകത്ത് ഇരുന്ന് അമ്മയിൽ ഇന്ന് സംഭവിച്ചത് ഇത് എങ്ങനെ അറിയുന്നത്? ഈ കുളിഞ്ഞു നോക്കുന്ന അത് വാർത്തകൾ കിട്ടണം. അതല്ലേ ഒരു മാധ്യമപ്രവർത്തന്റെ കഴിവ്. ആര് തരുന്നു വാർത്തകൾ സോഴ്സ് ആരും പറയാറില്ലല്ലോ. അല്ല, അടച്ചിട്ട മുറിയിൽ എക്സിക്യൂട്ടീവ്സ് മാത്രമാണ്. അപ്പൊ ഈ എക്സിക്യൂട്ടീവ്സ് തന്നെയാണോ വന്ന് അലിയോട് പറയുന്നത്? അല്ല, അത് കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേറെ ആരോടും പറയുന്നില്ലേ? അത് അലിയോടാണോ വേറെ പുറത്തുള്ള മെമ്പേഴ്സ് പറയുന്നില്ലേ? എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അലി വീഡിയോ ഇടുമല്ലോ. അല്ല, പുറത്തുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് പറയുന്നില്ല ഇവര്? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ആരും പറയാറില്ല. എത്ര പേർ ഓൺലൈനിൽ മീറ്റിംഗിൽ വരും? എല്ലാവരും കൂടെ കൂടണമെന്നുണ്ടോ? ഓൺലൈനിൽ മീറ്റിംഗിൽ വരും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതിൽ ചർച്ച നടക്കുന്നത്. അലി എങ്ങനെ അറിയുന്നു എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ചർച്ച നടന്നു ഞാൻ അറിഞ്ഞു. അവർക്കും കൂടെയുള്ള മറുപടി അലിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത കണ്ടുപിടിക്കുന്നത്. ഒരിക്കലല്ല. എനിക്കറിയത്തില്ല. ഞാനേ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഇതെല്ലാം ഇനി ഇല്ല എന്ന് കുറെ പേര് ഈ കൂട്ടായ്മയിൽ പറയാ സ്ക്രീൻഷോട്ട് ചെയ്താൽ പുറത്തു വിടും. എന്നെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ല, എങ്ങനെ വാർത്ത എനിക്ക് കിട്ടുന്നുള്ള ചർച്ച നടന്നിട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ പുറത്തു വിടും. അപ്പോൾ അവിടെ നിന്ന് വാർത്ത കിട്ടുന്നത് അതുകൂടെ ഇടണം. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള ഏതോ ഒരു കുട്ടിയുമായിട്ട് എന്തോ ഒരു അഭിഹിതം. അതെ, അങ്ങനെയൊന്നും പറയല്ലേ? സുഹൃത്തുണ്ടാവുന്ന ഞാൻ അങ്ങനെ പറയല്ലേ? ആണില്ലല്ലോ അവിടെ, സ്ത്രീകളുടെ കുട്ടികളുടെ. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം, ആ ഗ്രൂപ്പിൽ നിങ്ങളൊരു ചാരനുണ്ട്. കൂട്ടായ്മ പിരിച്ചുവിടാൻ പറയാം. നിങ്ങളൊരു ചാരൻ ആ ഗ്രൂപ്പിലുണ്ട്, കറക്റ്റ് അല്ലേ? അല്ല, അങ്ങനെ ഒത്തിരി പേര് കാണും ഞാൻ. ചാരി ഒത്തിരി പേര് കാണും ഞാൻ.
അല്ല ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇല്ല അങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ 2-3 ദിവസമുള്ള അതിൽ അങ്ങനെ നമ്മൾ പുറത്തറിയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. അലിയെ പറ്റി ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല. അവിടെ എല്ലാം വളരെ നല്ല രീതിയിൽ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വിടുന്ന പറയണേ. സ്ക്രീൻഷോട്ടിന്റെ അല്ല അലി, എനിക്ക് ഒറ്റ കാര്യമുള്ള സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിവിടെ കഴിഞ്ഞ 10 നിമിഷങ്ങൾക്കുള്ളിൽ അലി എന്ന ഹീറോയെ എങ്ങനെ അലി പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഹീറോ ഇനെ മറ്റേ പേരണ്ടൂർ കനാലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി അതും കൂടെ മതി, അതുവരെ എത്തി. പോട്ടെ, അടിപൊളി, കലക്കി, എനിക്ക് ഇഷ്ടമായി. നീ എമറേറ്റ്സ് ജോലി, അതാകുമ്പോ നല്ല എയറിൽ പോകും. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ വന്നൊരു സംശയമാണ്. അമ്മയുടെ ജനറൽ ബോഡിയിൽ എൻട്രി ഉള്ള ഒരേ ഒരു ഓൺലൈൻ മീഡിയ അലിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അറിയാമല്ലോ. അപ്പൊ അതിൽ എൻട്രി കിട്ടിയോണ്ടല്ലോ ഞാൻ വീട്ടിലിരുന്നാലും വാർത്ത വിളിച്ചു തരും. അതെ, ഞാൻ ഇതിനു മുമ്പ് അമ്മയ്ക്ക് എൻട്രി ഇല്ലാത്ത റിപ്പോർട്ടർ വരുന്നപ്പോഴും ഏറ്റവും ആദ്യം വാർത്ത കൊടുത്തോണ്ടുന്നത് ഹൈദരലി തന്നെയായിരുന്നു. അതെ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല മറുപടി പറഞ്ഞു. അല്ല, അതിന്റെ മറുപടി കറക്റ്റ് പറഞ്ഞത്. അതിന്റെ മറുപടി ഞാൻ മറുപടി ആയിട്ട് തോന്നിയോ? അതിന്റെ മറുപടി ആയിട്ട് തോന്നിയില്ല, കൃത്യമാണ്. ഞാൻ എനിക്കൊരു പിടി അതിന്റെ മറുപടി ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അമ്മയുടെ മീറ്റിംഗിലാണോ? നമ്മുടെ മീറ്റിംഗ്. അല്ല, ഞാനത് ചോദിച്ചതിനുള്ള മറുപടി തന്നെ പറയാം. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഒരു മാധ്യമം, ഞാനില്ലെങ്കിൽ വേറെ മാധ്യമപ്രവർത്തനം വാർത്ത കിട്ടും. അത് എല്ലാ മാധ്യമപ്രവർത്തനവും വാർത്ത കിട്ടുന്നുണ്ട്. ചേച്ചി ഓർക്കുന്ന ഒരാളിനുള്ള ബന്ധമുള്ള നടന്നു. ചേച്ചിക്ക് എന്നോട് ബന്ധമുണ്ടെങ്കിൽ അനുഭവിച്ചുകൊണ്ട് വേറെ മാധ്യമപ്രവർത്തനം ബന്ധം ഉണ്ടാവും. ധ്യാന വേറെ മാധ്യമപ്രവർത്തനം ബന്ധം ഉണ്ടാവും. അസീസറുണ്ടാവും. എനിക്ക് ആരോടും ഇല്ല. നമ്മൾ ചോദിക്കും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് കൂടെ ഇടും. ഇതാണല്ലോ മാധ്യമപ്രവർത്തനം എന്ന് ഇതിന്റെ റീസൺ ഒന്ന് പറഞ്ഞാൽ എല്ലാ റീസൺ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇതെല്ലാം അറിയാവുന്ന അലി തന്നെ അങ്ങ് പറഞ്ഞു. ഇല്ല, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മത്സരത്തിനുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് ചിലപ്പോൾ ഞാൻ ആരും അറിയാതെ കൊണ്ട് വാലറ്റ് പെട്ടിയിൽ കൊണ്ട് ഇതങ്ങ് ഇട്ടെന്നിരിക്കും, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട്. എൻ്റെ പേഴ്സണലായിട്ട്, അല്ലാണ്ട് ആരുടെയും പ്രേരണയാലായിരിക്കുകയല്ല, എൻ്റെ സ്വന്തം ഇതിൽ ചിലപ്പോൾ കൊണ്ട് ഇട്ടെന്നിരിക്കും, ചിലപ്പോൾ ഇട്ടില്ലാന്നിരിക്കും. അപ്പോൾ അത് തുറക്കുമ്പോൾ കാണാം. അപ്പം അറിഞ്ഞ പോരെ, അപ്പോൾ അറിയാൻ പറ്റും. ആർക്കും എന്നെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. പത്ര കൊടുക്കാനുള്ള സമയമാവുന്നു, അപ്പൊ പിന്നെ 7 ദിവസം സൂക്ഷ്മ പരിശോധന. അന്ന് ഒന്നും കുഴപ്പമില്ല, അവിടെ തൊഴും. പിന്നീട് ഇട്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിൻവലിക്കൊന്നുമില്ല, മുന്നോട്ട് പോയിരിക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിനും. എന്തിന്? ശമ്പളം ഒന്നും കിട്ടില്ലല്ലോ അവിടെ നിന്നാലും. ഞാൻ കാശ് കിട്ടുന്ന പരിപാടിക്ക് പോകും. ഇവിടെയും എനിക്ക് ശമ്പളം ഇല്ല. അതെ, കാരണം അമ്മയിലൊന്നും എക്സിക്യൂട്ടീവ് ഒന്നും ആയ ശമ്പളം ഒന്നും കിട്ടുമൊന്നുമില്ല. എനിക്ക് ഇവിടെ ഞാൻ 15 സിനിമ 5 പൈസ ഇല്ലാണ്ട് അഭിനയിച്ചത്. ഞാൻ അവിടെയും കൂടെ വന്നു കമ്പനി ചേച്ചിയുടെ എന്തും ആയിക്കോട്ടെ, ഇവിടെ റൂം എടുത്ത് താമസിച്ചാൽ പോലും പൈസ കൊടുക്കും. അതെ. അപ്പൊ ഇനി അവിടെയും കൂടെ വന്ന് പിന്നെ ഒന്നും ഇല്ലാണ്ട് പണിയെടുക്കണം. അല്ല, മത്സരിക്കണം, വിജയിച്ച് പോരാടണം. അല്ല, ഞാൻ പേഴ്സണലി പറഞ്ഞ ആൾ കഴിവുള്ള ആളാണ്, എതിർക്കുന്ന ആളാണ്, കാര്യങ്ങൾ പറയുന്ന ആളാണ്, തുറന്നു പറയാനുള്ള ആളുകൾ തന്നെയാണ് വേണ്ടത്. ആ തുറന്നു പറച്ചിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല അങ്ങനെ ഒരു ആള് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉള്ളതും കൂട്ടായ്മയിൽ ചർച്ച നടക്കുന്നത്. ഞാനല്ല കൂട്ടായ്മ ഉണ്ടാക്കിയതല്ല, ഞാൻ അതിന്റെ അഡ്മിനും അല്ല. ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു അംഗം മാത്രമാണ്. ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. അവിടെ നന്നായി ശബ്ദിക്കുന്ന ഒരുപാട് സ്ത്രീരത്നങ്ങളുണ്ട്. എന്നേക്കാളൊക്കെ വളരെ നല്ല മുൻപന്തിയിലുള്ള സ്ത്രീരത്നങ്ങൾ മുന്നോട്ട് വരട്ടെ. അവർക്ക് അമ്മയെ നയിക്കാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും അമ്മയുടെ കാര്യത്തിൽ. നമ്മുടെ പ്രശ്നമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അവരൊക്കെ അമ്മയിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാനല്ല പറഞ്ഞ ഒറ്റപ്പെടുത്തിയത്. ചേച്ചി ഇത് ഒറ്റപ്പെടുത്തലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇദ്ദേഹമാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങളാണ് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അപ്പൊ ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ഫ്രറ്റേണിറ്റിയിലെ ആൾക്കാര്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാറ്റി. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളതിനെ ഒരു വലിയൊരു ചർച്ചയാക്കി. വലിയ ചർച്ചയായോ? വലിയ ചർച്ചയായോ? ഉറങ്ങി. ഞാൻ കുറെ ഉറങ്ങി. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമായതുകൊണ്ടേ വലിയ ചർച്ചയായെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് ലഘൂകരിക്കാൻ നമുക്ക് പഠിച്ചു. ഉറങ്ങി, ഞാൻ കുറെ പഠിച്ചു. നിങ്ങൾ ചോദിച്ച കാര്യം തന്നെ വീണ്ടും പറഞ്ഞ് കട്ട് ചെയ്ത് വരുമ്പോൾ എനിക്കൊന്നും 2 മിനിറ്റ് ഉണ്ടാവും. പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നൊരു 15 മിനിറ്റ് ഉണ്ട്. ഫൈറ്റ് ഒക്കെ നമ്മൾ എടുക്കൂല, 15 ഷൂട്ട് ചെയ്ത് 2 മിനിറ്റ് ഉണ്ടാവും. 20 മിനിറ്റ് പറയും, 1.5 മിനിറ്റ് ഉണ്ടാവും. ഇന്റർവ്യൂ കഴിയുന്നതോടുകൂടി അമ്മേന്ന് പുറത്താകും അല്ല, അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി പുറത്താണ് നിർത്തുന്നത്. അല്ലെങ്കിൽ പുറത്തല്ലേ? പുറത്താക്കാൻ ആർക്കും കഴിയില്ല. ഓൾറെഡി പുറത്താണ്, അതല്ലേ ഉദ്ദേശിച്ചത്. നമുക്ക് വാർത്ത കിട്ടിയാ പോരല്ലേ?
എനിക്ക് വാർത്ത കിട്ടുവാണല്ലോ. വാർത്ത കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഞാൻ വാർത്ത കൊടുക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും, തെറ്റില്ലെങ്കിൽ ആ വാർത്തയായിട്ട് മുന്നോട്ട് പോകും. അസീസിനെ ഞാൻ കോട്ടയിൽ നിന്ന് വിളിച്ചു വരുന്നത് 12 ഇന്റർവ്യൂവിന് എത്തണം. പാവം വന്നിട്ട് ഇവിടെ വെറുതെ ഇരുന്ന് പോയി തുടർത്ത് ഇതെല്ലാം കേട്ട് പഠിച്ചു. അസീസേ, ഈ പടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും ഇന്റർവ്യൂവിൽ ചോദിച്ചാൽ ഈ പടമായിട്ടല്ല നമ്മൾ തുടങ്ങിയത്. ഇത് അസീസ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പടത്തെക്കുറിച്ച് എന്നോട് രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇതൊരു അനുവേട്ട ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. അസീസിൻ്റെ ക്യാരക്ടറെ കുറിച്ച് ഞാൻ വേറെ ചോദിച്ചു. നമ്മുടെ സംവിധായകൻ്റെ അടുത്ത് ചോദിച്ചപ്പം അസീസ് ഒരു വേറിട്ട വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അസീസ് ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ ഈ ക്യാരക്ടർ, ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോഴും അസീസിൻ്റെ ഡയലോഗിൻ്റെ ലുക്ക് തന്നെ ക്ലാസ്സൊക്കെ വെച്ചിട്ട് വേറൊരു ലുക്കാണുള്ളത്. അസീസ് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ ഉണ്ടാവില്ല നമ്മൾ അഭിനയിച്ച് വെച്ചതിൽ, അത് ഏതായിരിക്കുന്നു? സിനിമയെ കണ്ടിട്ടെന്നുള്ള പറഞ്ഞില്ല, ആ ഒരു സാധനം ഒരു പോയിന്റ് പറയാമോ നിങ്ങളുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായ സംഭവം? കോമ്പിനേഷൻ സീൻ പറയണോ? ചെറിയ അഭിനയിച്ച് കാണിക്കണം. അഭിനയിച്ച് കാണിക്കുന്നില്ല, പിന്നെ സിനിമ അഭിനയിച്ച് കാണിക്കുന്നില്ല. ധ്യാനം നിങ്ങളെല്ലാവരും ഒരുമിച്ച് സീനുകൾ ഞാൻ ധ്യാനമായിട്ട് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഇല്ല, അത് ഞാൻ പ്രത്യേകം കരുതലെടുത്തിരുന്നു. വേണ്ടാന്നുള്ളത്. ഞാനും അനൂപേട്ടനും പിന്നെ ഷീലു. ഈ അനൂപേട്ടൻ്റെ കൂടെ ഇതിനു മുമ്പ് ഇല്ല, ഫസ്റ്റ് അനുവേട്ടൻ. അത് ഭയങ്കര ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അനുവേട്ടനോടെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അടിപൊളി സുഹൃത്തായിട്ട് തന്നെ കിട്ടി. സുഹൃത്തായിട്ട് അനുവേട്ടനോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തായിട്ട് തുടരാനും കഴിയും. ഒരുമിച്ച് പഠിച്ചു ഉറപ്പായിട്ടും നല്ല സുഹൃത്താണ്, നല്ല ജ്യേഷ്ഠനാണ്. നമുക്കെല്ലാം പറയുന്ന അറിയുന്നത്. ഈ വെറുതെ ഫ്രീ സമയത്തൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുമല്ലോ? വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ലൊക്കേഷനിൽ വെച്ച് അനുവേട്ടൻ പറഞ്ഞ ഒരു കഥയുണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഒത്തിരി സിനിമാ ജീവിതം ഉണ്ട്. ആ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എന്തോ ഒരു ന്യൂസ് കണ്ടപ്പോൾ അനുവേട്ട അവിടെ ഇരുന്ന് തന്നെ ആ ന്യൂസിൻ്റെ ഒരു സിനിമയുടെ ത്രെഡാക്കി. എടാ ഇത് നമുക്ക് ചെയ്യാം. ഒരു ലോഡ്ജിൻ്റെ ഒരു കഥ ബാംഗ്ലൂർ എവിടെ നടന്ന സംഭവം. അത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ത്രെഡാക്കാന്ന് പറഞ്ഞു. പുള്ളി കഥ അങ്ങ് സത്യം പറഞ്ഞിട്ടല്ലോ തിരക്കഥ ഓർമ്മല്ലേ, പരിചയമില്ലാത്ത 2-3 പേര് താമസിക്കുന്നത്. അതെ, ഒരു കഥ ഉണ്ടാക്കി. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. അപ്പോഴും മനസ്സിലായി സിനിമയിൽ അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് കയറുന്നവർക്കൊന്നും ഇത് പറ്റിയ ഫീൽഡല്ലെന്ന് മനസ്സിലായി. അത് അനുവേട്ടൻ എന്നുള്ളൊരു പാഠമാണ്. അയ്യോ ഉറപ്പായിട്ടും അല്ലേ? ധ്യാനിൽ നിന്ന് എന്തെങ്കിലും പാഠമുണ്ടോ സീസണ്? പാടല്ല, ഞാൻ ഒരുപാട് പാട് കിട്ടും. അതൊരു പാടല്ലേ അത് ധ്യാനാണ്. ധ്യാനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അതിനത്രയും ധ്യാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സൂപ്പറല്ലേ? വ്യക്തിത്വമുള്ള ഒരാള്, ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്ന ഒരാള്. കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അത് എനിക്ക് വേണ്ട. അത് വേണമെങ്കിൽ പറയാം, ഓഡിയൻസിന് മനസ്സിലാവും. ഹൈദരാലിയായിട്ട് സംസാരിച്ചു അത് തന്നെയാണ്. എന്നിട്ട് ഹൈദരാലിയാണ് കൂട്ടിയിരിക്കുന്നത്. അല്ല, ഈ ഹൈദരാലിക്ക് മാത്രമേ ഇങ്ങനെ എല്ലാ സാധനവും കിട്ടുന്നത്? എല്ലാരും വിളിച്ചു ചോദിക്കും, എല്ലാരും പറഞ്ഞു കൊടുക്കും അല്ലേ? അല്ല, ഇപ്പൊ തന്നെ കുറെ സാധനം കിട്ടി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ചേച്ചി ഇത് വിളിച്ചു ചോദിക്കുമ്പോ അവരെ കൃത്യമായ ഇൻഫർമേഷൻ തരുന്നു അല്ലേ? അതെല്ലാം അങ്ങനെയല്ല വരുന്നുള്ളൂ. എല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ രാവും പോലെ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഓടും ചോദിച്ചു, അത് ഏതറ്റം വരെ പോയിട്ട് ആ വാർത്ത ഒപ്പിച്ചെടുക്കുക എന്നുള്ള എൻ്റെ കഴിവ്. അല്ല, വാർത്ത വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞില്ലേ അടുത്ത ആൾ വിളിച്ച് ചോദിക്കണം, അടുത്ത ആൾ വിളിച്ചില്ല അയാൾ വിളിച്ച് മറ്റാളെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ ഉറങ്ങായിരുന്നവരെ വിളിച്ച് ചോദിക്കണം. മുമ്പ് എന്നോട് ചോദിച്ചോലൊക്കെയാണോ ചോദിക്കുന്നത്? നമ്മൾ ചോദിച്ചിട്ടില്ലേ? അത് തന്നെ നമ്മൾ ചോദിച്ചിട്ടില്ലേ? അല്ല, ചോദിച്ചിട്ടില്ല നമ്മൾ. അല്ല, ചോദിച്ചത് ഇങ്ങനെ മുമ്പേ എന്നോട് ചോദിച്ച പോലൊക്കെ ഇങ്ങനെ വളച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും വരുള്ളൂ. നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അതാണല്ലോ ഒരു വാർത്ത എന്നുള്ള കാര്യത്തിൽ നമ്മൾ പോകുന്ന ചേച്ചി. അപ്പൊ ഇനി ഫോൺ വന്നാൽ സൂക്ഷിക്കണം. അപ്പൊ ഒന്നും പറയില്ല ഇനി. എനിക്കിനി ആ കൂട്ടായ്മ തന്നെ എടുക്കാൻ ഫോണില് ഡേഞ്ചർ സോണിൽ ഇട്ടേക്കാം. ഒന്നുമില്ല, നമ്മൾ കൂടെ ഉണ്ടാവും. രവീന്ദ്രന്റെ കൂടെ ഉണ്ടാവും. ഉണ്ടാവണം. രവീന്ദ്രനെ കണ്ടെത്തും ഞാൻ. രവീന്ദ്രനെ എവിടെ പോയാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഓൾറെഡി സൂട്ടും കോട്ടും ഇട്ട് അതിനകത്തുണ്ട് പിന്നെയും പോലെ. എന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് വേണം. എന്തായാലും ഇത് എവിടെ എന്തൊക്കെ പറഞ്ഞു പോയത്, ഇത് മൊത്തം ഇന്ന് ഈ യാത്ര മൊത്തം ഇന്ന് ശീലഭവൻ കയ്യിലെടുത്ത് എല്ലാ ഇന്റർവ്യൂ എവിടെ ലാസ്റ്റ് എവിടെയൊക്കെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. മതി, അതാണ് ഞങ്ങൾ ഈ രാവിലെ ഞാനും ഇവിടെ വെച്ച് കണ്ടപ്പം ഞങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്കാണ് ഈ ദിവസം മുഴുവൻ എന്താ ഷീലുവിലേക്ക്. ഇങ്ങനെയെങ്കിലും ഒന്ന് കേരളാവട്ടെ. സിനിമ ചെയ്തോ
ഒരിക്കലും ആവില്ല എന്ന് അവർക്കറിയാം. അനുവേട്ടന്റെ ആഗ്രഹം പറഞ്ഞു. അനുവേട്ടൻ ഞാനാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല അല്ലെ, മാലയിട്ടിക്കല്ലടാ. ഒരു ഇന്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റർവ്യൂ പരമ്പര തന്നെ ആയിരിക്കും എന്നുള്ളത് ആദ്യമേ നമ്മൾ ഡിസൈഡഡ് ആണ്. അന്ന് ഈ ഭയങ്കര ഈ ഫാൻസ് വേറെ ലെവലിലാണ് ഇത് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബഹിരാകാശത്തും നിൽക്കില്ല. ഇല്ലല്ല ബഹിരാജ് സാധ്യതയില്ല. ഇത് സ്വയം പറയാ എയറിൽ നിൽക്കാന്ന് ഉറപ്പിച്ചിട്ടങ്ങ് പോവാ. ഇനി അല്ല, എയറിലാണോ എയറിലാണ് ഒരു പോസിബിലിറ്റി ഉണ്ട്, തിരിച്ച് ഭൂമിയിലോട്ട് പതിക്കും. ഇത് ബഹിരാകാശത്ത് പോയാൽ പിന്നെ പറന്ന് നടന്ന് വേറെ പ്ലാനറ്റ്സിലൊക്കെ പോയി ഇടിച്ച് മൊത്തം പഞ്ചർ. നമുക്ക് അവിടെ കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാം. അവിടെ വരും, എവിടെ പോയാലും ഉണ്ടാവും. അല്ല, എയറിലാണ് നമുക്കൊരു അവിടെ ഉണ്ട് ഓൾറെഡി. ഇത് വീട് വെച്ച് അവിടെ കിട്ടുമെന്ന് നോക്കണം. അതെ, കാരണം ഭൂമിക്ക് അവിടെ മേളിലല്ലേ. പേരെന്താ പറയാ, ചന്ദ്രാലി. ചന്ദ്രാലി ഇനി അടുത്ത പേരൊരാളിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുണ്ട്. ചാടി ചാടി പോകും. ചന്ദ്രാലി എന്തൊരു പേര്, ചന്ദ്രാലി. ചന്ദ്രാലി അവിടെ എത്തും ഞാൻ. വീടിന്റെ പേര് ചന്ദ്രാലയം. അവിടുത്തെ അനുവേട്ട നല്ല ഫോമിലാന്ന് മനസ്സിലായ മറ്റേ അനുവേട്ടം ഇങ്ങനെ വന്നതല്ല. രണ്ടും കൽപ്പിച്ചാ ഇന്ന് ഇറങ്ങിയേക്കണ എല്ലാവരും എനിക്ക് മനസ്സിലായി. ഒരു കൽപ്പനയില്ല, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുക. ഈ മൊഴിമുത്തുകൾ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പഠിച്ചിട്ട് വരുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ടോക്കായിരുന്നു. എന്തായിരുന്നു രസമല്ലേ? 20 മിനിറ്റ് ആണോ? പിന്നെ അടിപൊളിയായിരുന്നു. 20 മിനിറ്റ് പോയി ആക്ച്വലി. 20 മിനിറ്റ് അത് തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാം. ആ ടോക്ക് അത് മാത്രം മതി. 20 മിനിറ്റ്. നമ്മള് സിനിമയെ കുറിച്ച് പറഞ്ഞത് 2 മിനിറ്റ് സെക്കൻഡ് ഇട്ടാ മതി. രണ്ട് റീലാക്കിയിടാം. ഫസ്റ്റ് പാർട്ട് ഇതിടാം, മറ്റേ റീലാക്കിയിടാം. അതിനുള്ള ആ റീച്ച് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് ആൾക്കാർ കാണാൻ സാധ്യത. അല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇത് കണ്ടിട്ട് സിനിമ അങ്ങ് ഓടട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. പ്രേക്ഷകർ ഇത് എന്തെങ്കിലും കണ്ടിട്ട് സിനിമയ്ക്ക് വരട്ടെ. പിന്നെ അതിനകത്ത് ഒരു പോയിന്റ് ഉള്ള പ്രേക്ഷകരെ, ഒരു ജീവിതകഥയാണ്. അതുകൊണ്ട് ആ ജീവിതകഥ നിങ്ങൾ കാണണം. ഫിലിമാവിന്റെ ഒരു ജീവിത കഥയാണ് അത്. നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം ആരാണ് എന്നുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ പ്രൊഡ്യൂസറിന്റെ ഭാര്യയായിട്ടോ ഒന്നും കാണണ്ട. ആ ജീവിത കഥയാണ്. രവീന്ദ്ര നീ എവിടെ എന്ന് ചോദിക്കും. ചന്ദ്രാലി അത് മാറ്റി പറ. ജീവിതകഥ അനുവേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, തമാശയല്ല, സീരിയസ്. സാറ് തന്നെ പറഞ്ഞാണ് കുറച്ച് ആണോ? പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു 3 ഇന്റർവ്യൂക്ക് ബാക്കില് ആ ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കട്ട് ചെയ്യും നമ്മള് അങ്ങോട്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞാണ് എന്റെ ജീവിത കഥയാണെന്ന്. ഞാൻ ഇടയ്ക്ക് കയറി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ കുറ്റക്കാരായോ? ആരായിരുന്നു ഇന്റർവ്യൂ ചെയ്ത്? അത് ഏതിലോ ഒന്നിൽ പറഞ്ഞു ചേച്ചി പറഞ്ഞത് തന്നെയാണ്. ഞാൻ എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞല്ലോ, സിനിമയെ പറ്റി പറഞ്ഞിട്ടില്ല. സിനിമയെ പറ്റി അനുവേട്ട ക്യാരക്ടർ കുഴപ്പമൊന്നുമില്ല, അത് ജീവിതകഥയായാലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ. എബ്രഹാം മാത്യു നീ എവിടെ എന്ന് പേര് മാറ്റാമെന്ന് വരെ സജസ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആരായിരുന്നു മറന്നുപോയി. മതിയായി. സൈഡായിട്ട് ധ്യാൻ ആസ്വദിക്കുന്ന ഇന്റർവ്യൂ ആണ് ഇത് നടന്നതെങ്കിൽ ഇതൊന്ന് പോയി ബഹിരാകാശത്ത് അപ്പുറേ പോയതായിരിക്കും തോന്നണത്. ഞാൻ എല്ലാം കണ്ടിട്ടില്ലല്ലോ. നിനക്കിന്നൊരു റിലാക്സ് ഉണ്ടല്ലേ? അല്ലേ? അല്ല ഇങ്ങനെയല്ല. അല്ലല്ല, നമ്മൾ ഒരാൾ കയറി പോകുമ്പോ സഹായിച്ചു കൊടുക്കണം. ഒന്ന് ഇറങ്ങി കൊടുക്കാം. താഴ്ന്ന് ടാറ്റ കാണിക്കണം. രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാം തുറന്നു പറയാം. റിലീസിന്റെ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ സിനിമയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിലീസിന്റെ പലവരും സിനിമയ്ക്ക് ഇന്റർവ്യൂ വരുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പലരുടെ സിനിമയ്ക്ക് ഞാനോ എന്നെ ആര് നമ്മുടെ സിനിമയ്ക്ക് വേറെ വല്ലവരും എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്തോ ഈ പറയുന്നേ? അഭിനയിക്കാൻ വിളിക്കുന്നില്ലേ? പിന്നല്ലാണ്ട് ആരും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിളിച്ചിട്ടുണ്ട്? അത് വല്ല പൈസയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അല്ല, നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ഫണ്ട് ഇടുന്നൊക്കെ വിചാരിച്ചിട്ട് വിളിക്കുന്നതാണ്. വീണ്ടും കയറി കയറി പോകുന്നു. അല്ലാതെ ജെനുവിൻ ആയിട്ട് വിളിച്ചിട്ടുള്ളതൊക്കെ വളരെ കുറവ് തന്നെയാണ്. പണമരം വീണുകൊണ്ടിരിക്കുന്നു, പിറക്കിക്കൊണ്ട് പോയാൽ മതി. അല്ല, അങ്ങനെ വിളിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? അല്ല, അതെന്താണെന്നറിയാം, അതിലെനിക്ക് ഒരു പരാതിയില്ല. കാരണം ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഓണറായിട്ട് ഓണർ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പം ഞാനതിലൊരു നടിയായിട്ട് ഞാനിവിടെ വരുന്നത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ എന്നെ കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ആകെ ചാൻസ് ചോദിച്ചിട്ടുള്ളത് ഒരാളോടാണ് ഇൻഡസ്ട്രി വന്നതിന് ശേഷം, മമ്മൂക്കയോടാണ്.
പിന്നെ മമ്മൂക്കയുടെ കൂടെ ഞാൻ പുതിയ നിയമം ചെയ്തു, പുത്തൻപണം ചെയ്തു. ഒത്തിരി സുഹൃത്ത് വലയുണ്ട്, അവരൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഒത്തിരി ആർട്ടിസ്റ്റുകൾക്കുണ്ട്, അവരൊന്നും വിളിക്കാറില്ല. ആരെ ഉദ്ദേശിച്ചെന്ന് ലിസ്റ്റിനെ ഉദ്ദേശിച്ചത് സ്റ്റീഫനെ തന്നെ ഉദ്ദേശിച്ചത്. ലിസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഞാൻ ലിസ്റ്റിനോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. അല്ല, ലിസ്റ്റിനോട് ചോദിക്കണ, ലിസ്റ്റിന് അറിയാലോ, നമ്മളൊരു ആക്ടറാണെന്ന് ലിസ്റ്റിന് അറിയാലോ. അപ്പൊ ലിസ്റ്റിന് അവിടുത്തെ വേഷങ്ങളിൽ ഒരു വേഷത്തിന് എന്ന് ഷീലുമാമനെ വിളിക്കാമില്ലേ, ലിസ്റ്റിൽ വിളിക്കാമില്ല? അല്ല, ലിസ്റ്റിന് ഒരിക്കലും എന്നെ ഒരു നടിയായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലിസ്റ്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അല്ല, ലിസ്റ്റിന് എപ്പോഴും സുഹൃത്തുക്കളെയും ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരെയൊക്കെ ലിസ്റ്റിന് ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത് ലിസ്റ്റിൻ്റെ വൈഫിനറിയാം, എനിക്കറിയാം. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. ലിസ്റ്റിനുമായിട്ട് ഒരിക്കലും അങ്ങനെ ലിസ്റ്റിൻ്റെ സിനിമ എനിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ സ്പേസിൽ ഞാൻ ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുവാണ് ഞാൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നുണ്ട്. അപ്പൊ ധ്യാൻ തിരിച്ചു പറയും, എന്തിനാ എന്നെ വിളിക്കുക, അവിടെ പ്രൊഡക്ഷൻ കമ്പനി ഇല്ലെന്ന് ധ്യാനും ചോദിക്കേണ്ട ഒരു നിങ്ങളെല്ലാരും ഉൾപ്പെടെ. അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. ആ ഒരു സംഭവം ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. അല്ല, അതെന്താ റെഡിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഓൾറെഡി പൈസ നോക്കി വിളിക്കല്ലേ ചേച്ചി, ഇങ്ങനെ മരം കുൽക്കുന്ന കാര്യം പറയണ്ട, അത് നോക്കല്ലോ. അല്ല, അതിലെനിക്ക് ഒരു ഇതും തോന്നില്ല. ഇപ്പോൾ അതിലെന്താ തെറ്റുള്ള? ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഞാൻ അതിൽ അഭിനയിക്കുന്നു, ഇപ്പോൾ ചിലതിൽ അഭിനയിക്കുന്നില്ല, ചിലതിൽ അഭിനയിക്കുന്നു. അതിലെന്താണ്? അത് എല്ലാവരും ചെയ്തോട്ടെ, ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രയും പേര് ചെയ്യട്ടെ, നല്ല കാര്യമായിട്ടാണ്. എല്ലാം നല്ലതിനാകട്ടെ. ഇനി ഒത്തിരി സിനിമകൾ ചെയ്യണം. നമുക്ക് തോൽക്കാൻ കഴിയില്ല, നമ്മൾ തോൽപ്പിക്കാനും കഴിയില്ല. ആ രീതിക്ക് മുന്നോട്ടണം. അഭം തുടർന്നുകൊണ്ടേയിരിക്കണം മലയാള സിനിമയിൽ. അത് ഞാൻ പുള്ളി ദുബായിൽ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാരാൻ വല്ലതും കിട്ടിയോന്ന് ചോദിച്ചിട്ട് ബാക്കി തുടരുമോ എന്നുള്ളതിന്റെ മറുപടി ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാം. അത് മിസൈൽ നോക്കി നോക്കിയാണ് കുലിക്കുന്നത്. പറയാത്ത അവസ്ഥ, മിസൈലുകൾ നോക്കി നോക്കിയാണ് കുലിക്കുന്നത്. അവസ്ഥ അറിയാം. തുടരുമോ എന്നുള്ളത്. രവീന്ദ്ര നീ എവിടെയെന്നുള്ളത് 18-ാം തീയതി നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണുക. കാണുമ്പോൾ രവീന്ദ്രൻ എവിടെ ഉണ്ടെന്നും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോന്നും നിങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ സെക്കൻഡ് പാർട്ടിൽ ഇവരെല്ലാവരും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാറാൻ പറ്റില്ല, കാരണം ജീവിതമാണല്ലോ, ആൾക്കാരെ മാറ്റാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിൽ എന്തായാലും ഞാൻ ശീലമുണ്ടാവും, എനിക്ക് ഉറപ്പില്ല. ഞാൻ ഉറപ്പില്ല. അപ്പൊ ഒത്തിരി സന്തോഷം. കുറെ കാര്യങ്ങൾ സംശയിച്ചു. എന്തെങ്കിലും സംസാരം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉത്തരവാദിത്വമില്ല, ആരുടെ ഉത്തരവാദിത്തങ്ങളല്ല. നമ്മൾ വാർത്ത പ്രേക്ഷകർക്ക് എത്തിക്കുക. ഇതൊരു ഇന്റർവ്യൂ അല്ലാതെ ഇതിനകത്ത് കുറെ കട്ടുകൾ എടുത്ത് വാർത്ത ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, ന്യൂസ് ആക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ന്യൂസ് ഉടനെ തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമസ്കാരം.